LPSA മലപ്പുറത്ത് 166 റാങ്ക് നേടിയ സജില മാമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ചോദിക്കാം മാമിനോട് എങ്ങനെയായിരുന്നു എയ്സിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്നുകൂടെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ കുറേ കാലം ഞാൻ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് തന്നെ PSC എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ അധികമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ 2017 എത്തിയപ്പോഴാണ് ഇങ്ങനെ LPSA വിളിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു. പക്ഷേ എങ്കിലും തന്നെ ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് PSCയിലേക്ക് തിരിയണോ അതോ സ്കൂളിൽ തന്നെ തുടരണോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എയ്സിനെ കുറിച്ച് ഇങ്ങനെ കേട്ടത്. അപ്പോൾ എയ്സിൽ ചേരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൺഡേ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു. പിന്നെ സ്കൂളിലും പോയിക്കൊണ്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എയ്സിൽ 2 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. 2 സൺഡേ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും കൂടി നടക്കില്ല. ഒന്നെങ്കിലും സ്കൂൾ അല്ലെങ്കിൽ പഠനം മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഏതായാലും എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് എയ്സിൽ മാത്രമായിട്ട് റെഗുലർ ക്ലാസ്സിന് ചേർന്നു. അപ്പോൾ അതിൽ എനിക്ക് നല്ല മാറ്റം തോന്നി. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റൊക്കെ എക്സാം എഴുതുമ്പോൾ 15 മാർക്കും ഒരുപാട് റാങ്ക് അപ്പുറമൊക്കെ ആയിരുന്നു ഞാൻ. എയ്സിലെ എക്സാമുകൾ, OMR എക്സാമുകൾ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് മാമിന്? എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് എക്സാമിൽ എനിക്ക് കിട്ടിയ മാർക്ക് 15 മാർക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ശരിയാവില്ല, നിർത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഓരോ എക്സാം കഴിയുന്തോറും ചെറിയ പുരോഗതി വരുന്ന തോന്നി. പിന്നെ അങ്ങനെ കുറച്ച് ക്ലാസ്സിനാണ് പോയപ്പോഴാണ് കോവിഡിൻ്റെ പ്രോബ്ലം വന്ന് സ്കൂൾ അടച്ചതും പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നല്ലോ മെയിനായിട്ട്. അപ്പോൾ ഓൺലൈൻ എക്സാം എനിക്ക് വലിയ മാറ്റം തന്നെ വരുത്തി. കാരണം ഓരോ എക്സാം എഴുതുമ്പോഴും ചെറിയ പുരോഗതി നമുക്ക് തന്നെ ആ മാർക്ക് കാണുമ്പോൾ നമ്മളെത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവും. എയ്സിലെ അധ്യാപകരെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചിട്ടും ഒന്ന് പറയാമോ? അതായത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളൊരു സ്റ്റഡി മെറ്റീരിയൽ ഓരോ സെക്ഷനായിട്ട്, അഥവാ ഓരോ ഹിസ്റ്ററി, അതുപോലെ ഭൂമിശാസ്ത്രം, അങ്ങനെ ഓരോന്നായതുകൊണ്ട് നമുക്ക് ആ ഭാഗം മാത്രം പഠിച്ച് അത് മാത്രം ആ ഒരു ടോപ്പിക്ക് മാത്രം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അല്ലാതെ നമുക്ക് പഠിക്കാൻ നോക്കുമ്പോൾ പരന്ന് കിടക്കുമ്പോൾ എന്ത് പഠിക്കണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷന് ഈ ഒരു മെറ്റീരിയൽ കിട്ടുമ്പോൾ അത് മാത്രം ഫോളോ ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ട് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ അടങ്ങിയൊരു മെറ്റീരിയലാണല്ലോ. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കോവിഡ് ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, ക്ലാസ് ഒന്നും ഇല്ലല്ലോ, ഒക്കെ ഓൺലൈൻ ക്ലാസ് അല്ലേ. അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ ശരി. താങ്ക് യു മാം.